തുക കൈക്കൂലി വാങ്ങുന്നതായി ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. കൈക്കൂലി കൊടുക്കാൻ തയ്യാറല്ലാത്തവർക്ക് കാർഗോ കിട്ടാൻ മാസങ്ങളെടുക്കും. കാർഗോ പരിശോധനാ മുറിയിലെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് കീഴിലാണ് ഈ കൈക്കൂലി വാങ്ങൽ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന കാർഗോ അതിന്റെ ഉടമകൾക്ക് വിട്ടുകിട്ടാനുള്ള ബുദ്ധിമുട്ടുകളെപ്പറ്റി അറിഞ്ഞാണ് ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ചത്. പ്രവാസികൾ അയക്കുന്ന കാർഗോ അതാത് സ്ഥലങ്ങളിൽ എത്തിക്കാൻ ഏജൻസികളുണ്ട്. പണം കൂടുതൽ അടച്ചാൽ ഏജൻസികളുടെ സേവനം കിട്ടും. ഏജൻസികളാവുമ്പോൾ കനത്ത തുക കൈക്കൂലി കൊടുത്ത് കാര്യം എളുപ്പത്തിൽ സാധിക്കും. അതല്ലാതെ സാധനം നേരിട്ട് വാങ്ങാൻ പോകുന്ന സാധാരണക്കാരനായ പ്രവാസിയുടെ അനുഭവം എന്തായിരിക്കും? പ്രവാസി മലയാളിയുടെ സഹായത്തോടെയാണ് ഞാനും ക്യാമറാമാൻ സുഭാഷും അകത്ത് കയറിയത്. മാധ്യമപ്രവർത്തകരാണെന്ന് ചിലർ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ക്യാമറാമാൻ സുഭാഷിനെ മാത്രം അകത്ത് നിർത്തേണ്ടി വന്നു. ഇനി ക്യാമറാമാൻ സുഭാഷ് ഒളിക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ കാണാം. അധികം ചുറ്റിത്തിരിയാതെ കാർഗോ കിട്ടണമെങ്കിൽ കൈമടക്ക് നൽകാതെ രക്ഷയില്ല. തുക ചോദിച്ചു വാങ്ങാൻ കസ്റ്റംസിലെ ഹവിൽദാർമാരുണ്ട്. ചോദിക്കുന്ന പൈസ കൊടുക്കണം. വില പേശി നോക്കാം, പക്ഷേ നടക്കില്ല. 2000 രൂപയാണ് ഹവിൽദാർമാരായ സ്ത്രീകൾ ഞങ്ങളോട് സഹകരിച്ച പ്രവാസി മലയാളിയോട് കൈക്കൂലി ചോദിച്ചത്. 100 200 കുറയ്ക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നടക്കില്ലെന്ന് രണ്ടുപേരും തീർത്തു പറഞ്ഞു. അതുകൊണ്ട് തീരെയല്ലോ മക്കളെ. പക്ഷെ ഞാൻ ഇതിനകത്ത് എനിക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ കഴിവിൻ്റെ പരമാവധി. ഈ കൈക്കൂലി വാങ്ങൽ രഹസ്യമായിട്ടല്ലെന്നിരിക്കെ ഇതിന്റെ പങ്ക് പറ്റുന്നവർ വേറെയും ഉണ്ടാവാമെന്ന് ന്യായമായും ഞങ്ങൾ സംശയിക്കുന്നു. എല്ലായിടത്തും നിരീക്ഷണ ക്യാമറകളുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് പരസ്യമായ വിലപേശലും കൈക്കൂലി വാങ്ങലും. അപ്പോൾ പിന്നെ ഇതിന്റെ ഉത്തരവാദിത്തം അത് വാങ്ങുന്ന ആൾക്ക് മാത്രമായിരിക്കില്ല. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ക്യാമറാമാൻ സുഭാഷിനൊപ്പം സന്ധ്യ, ഏഷ്യാനെറ്റ് ന്യൂസ്. താവളത്തിലെ കാർഗോ തട്ടിപ്പിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു. ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതിനെതിരെ നടപടിയെടുക്കാൻ ധനകാര്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാൽ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു പ്രതികരണം. കൈക്കൂലി വാങ്ങിയ 2 ഹവീൽദാർമാരെ സസ്പെൻഡ് ചെയ്തു. ആനിയമ്മ, മിനിമോൾ എന്നീ ഹവീൽദാർമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് വകുപ്പുതല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. കാർഗോ വിട്ടുകിട്ടാൻ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടതിനെ തുടർന്നായിരുന്നു നടപടി.